ഹായ് ഹലോ, ഞാൻ സീനേനെ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൻ പ്രപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു സിറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡെംഡോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നയാസിനമൈഡ് ആയിട്ടുള്ള ഒരു സിറമാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുറേ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു സിറം കേട്ടോ. അപ്പോൾ ഞാനിതാണ് ഡേ ടൈമിൽ അപ്ലൈ ചെയ്യണ ഒരു സിറം. അപ്പോൾ നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലീൻ ഫേസിൽ നിങ്ങൾ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലൊക്കെ ഇത് സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഒരു കറക്റ്റ് ലുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫേസ് മാത്രം വേറൊരു കളർ കിട്ടും. പിന്നെ അതിനുശേഷം മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെംഡോക്കിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യണത്. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. കുറച്ചൊരു ക്രീമി ടെക്സ്ചറാണ്. പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയതായിട്ട് നമുക്ക് ഓയിലിനെസ് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഓയിലി സ്കിന്നാണെങ്കിൽ എസ്പെഷ്യലി നല്ല ഒരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ സ്കിൻ ട്രപ്പിൽ ഇത് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ കസിനുണ്ട് കൂടെ. അപ്പോൾ ഞാൻ അവളോടാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്യണത് കേട്ടോ. അതായത് മേക്കപ്പ് ലുക്കാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് എനിക്ക് ക്യാമറയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനൊന്നും അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഫോണിൽ സെറ്റ് ചെയ്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മടിഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവൾ വന്നിട്ട് ചെയ്ത് തന്നു കേട്ടോ. ഞാൻ പിന്നെ അതിന് ശേഷം ഇപ്പോൾ യൂസ് ചെയ്യണത് ഇതും സൺസ്ക്രീനാണ്. നമ്മുടെ ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിൻ്റുള്ള സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വെയിലൊക്കെ കൊള്ളണ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഇതിൽ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ടിൻറ്റും കൂടി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിൻറ്റായിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ നന്നായിട്ട്. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ എൻ്റെ 5ാമത്തെ ട്യൂബാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു ടാൽക്കം പൗഡർ, കോമ്പാക്ട് പൗഡർ എനിക്ക് അലർജിയാണ്. കാരണം ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാധാ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കിനി മേക്കപ്പ് കുറച്ചുകൂടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. മേക്കപ്പ് ലുക്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, നല്ല ഇറുത്തി ഷെയ്ഡുകളാണ്. നമ്മുടെ സ്കിൻ ടോണിനൊക്കെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരണ നല്ല നല്ല ഷെയ്ഡ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അതായത് ലിഡിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആഡംബരമായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തു. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഐ ഷാഡോ സ്റ്റിക്കാണ് കേട്ടോ. ഒരു ഷാമ്പീൻ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ. പിന്നെ അധികം ഇങ്ങനെ എടുത്ത് നിൽക്കണ കളറോ അങ്ങനെയൊന്നുമല്ല, ഗിൽറ്ററി അങ്ങനെയൊന്നുമല്ല. നല്ല ഷിമ്മറി, നല്ലൊരു സോഫ്റ്റ് കളറാണ്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഗ്ലോ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. എന്നിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ അത് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഐലാഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഭംഗിയിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കും. അപ്പോൾ മസ്കാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയിലിരിക്കും. പിന്നെ നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ജസ്റ്റ് ഹെർബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാജലാണ് കേട്ടോ. നല്ല കാജലാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ലൈനറാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഓൾ ടൈം ഫേവറേറ്റാണ്. നന്നായിട്ട് നല്ല ഗ്ലോസി ഫിനിഷ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. അങ്ങനെ അതിട്ടതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഷെയ്ഡ് എല്ലാത്തിനും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. സ്റ്റുഡിയോ എന്നുള്ളത് വാങ്ങിക്കാൻ ലിങ്കില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ ഒരു സാധനം ഇട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അതേ ലൈറ്റീൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡാസ്ലറിൻ്റെ ഒരു മസ്കാരയാണ്. ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റാണ്. വലിയ ഡ്രമാറ്റിക് ലുക്ക് തരാനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ ലാഷസൊക്കെ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.